പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 49-ാം വാക്യം. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ യേശു നിന്നു. യെരിഹോയിലൂടെ കടന്നു പോകുമ്പോൾ യേശു കർത്താവ് ഹല്ലേലൂയ അവിടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് യേശു കർത്താവിനോട് നിലവിളിച്ച ഒരു ബർത്തിമായുടെ നിലവിളിയുടെ മുമ്പിൽ യേശു നിന്നു. യേശു ആ വഴിയൂടെ കടന്നു പോകുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞു. യേശു കടന്നു പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ബർത്തിമായി ഉച്ചത്തിൽ നിലവിളിച്ചു തുടങ്ങി. പലരും അവനോട് പറഞ്ഞു, മിണ്ടാതെ ഇരിപ്പീൻ, ഹല്ലേലൂയ, ശബ്ദം കുറച്ച്, ഹല്ലേലൂയ, ബഹളമുണ്ടാക്കാതെ എന്ന് ഒക്കെ പലതും പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ വേദപുസ്തകം പറയുന്നു, മിണ്ടാതെ ഇരിപ്പാൻ പലരും ശാസിച്ചിട്ടും ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. അവന് ഒരു കാര്യം മനസ്സിലായി. ഈ ദേശത്തൂടെ കടന്നു പോകുന്ന ഹല്ലേലൂയ ഈ പുരുഷൻ അവൻ സാക്ഷാൽ ദൈവമാ, അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ. ഇന്ന് ഞാൻ മിണ്ടാതെ ഇരുന്നാൽ എൻ്റെ രക്ഷ ഒരുപക്ഷെ എനിക്ക് കൈവിട്ടു പോയെന്നിരിക്കാം. അതുകൊണ്ട് ആരൊക്കെ മിണ്ടണ്ട എന്ന് പറഞ്ഞാലും താൻ മിണ്ടാതെ ഇരിക്കത്തില്ല. താൻ ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിക്കും എന്നൊരു തീരുമാനമെടുത്തു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? യേശു അവൻ്റെ നിലവിളിയുടെ മുമ്പാകെ നിന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. യെശയ്യാവ് 55:6. അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കുവിൻ. യേശു അടുത്ത് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ബർത്തിമായി വാ തുറന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ, എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന് നിലവിളിച്ച് തൻ്റെ ആവശ്യത്തെ യേശുവിനോട് അറിയിച്ചു. മനുഷ്യർ പലരും അവനെ നിരുത്സാഹപ്പെടുത്തിയിട്ടും പലരും ശാസിച്ചിട്ടും പലരും മിണ്ടാതെ ഇരിക്കാൻ പറഞ്ഞിട്ടും അവൻ തൻ്റെ വായ അടച്ചു വെച്ചില്ല. അവൻ അത്യുച്ചത്തിൽ യേശുവിനെ വിളിച്ചു. അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിപ്പീൻ എന്ന് പറഞ്ഞ വചനപ്രകാരം അവൻ ഉറച്ച് നിലവിളിച്ചപ്പോൾ ആ നിലവിളിയുടെ മുമ്പാകെ യേശു നിന്നു. യേശുവിൻ്റെ ശ്രദ്ധ അവൻ പിടിച്ചു പറ്റി. ഹല്ലേലൂയ. യേശുവിനെ അവൻ നിർത്തി. യേശുവിനെ ഹല്ലേലൂയ തന്നിലേക്ക് ആകർഷിച്ചു. യേശുവിൻ്റെ ശ്രദ്ധ അദ്ദേഹം പിടിച്ചു പറ്റി. ഇന്ന് പകൽക്കാലം തൊട്ടടുത്ത് ആരിയ്ക്കുന്നു, നമ്മെ ആര് കേൾക്കുന്നു, നമ്മളെ ആര് കാണുന്നു എന്ന് നോക്കാതെ യേശുവിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നിനക്ക് സാധിക്കുമോ? യേശുവിനെ ഹല്ലേലൂയ നാം ശ്രദ്ധിച്ച് നോക്കുന്നതോടൊപ്പം തന്നെ നാം യേശുവിൻ്റെ ശ്രദ്ധയൊന്ന് പിടിച്ചു പറ്റുമോ? കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിങ്ങൾ നിലവിളിക്കുമ്പോൾ നിശ്ചയമായി യേശു നിങ്ങളെ ശ്രദ്ധിക്കും. മനുഷ്യരുടെ നടുവിൽ ലജ്ജ കൂടാതെ, അപ്പാ ഞാൻ അങ്ങയുടെ പൈതല, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് വിളിക്കുമ്പോൾ ആ നിലവിളിയുടെ മുമ്പാകെ നിശ്ചയമായി കർത്താവിൻ്റെ കരം ചലിക്കും. കർത്താവും നോക്കുന്നത് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ജനത്തെയാ. തന്നെ ഹല്ലേലൂയ വിളിച്ചപേക്ഷിച്ച് തൻ്റെ സഹായത്തിന് വേണ്ടി ചോദിക്കുന്ന ഏത് വ്യക്തിയെയും അവൻ കൈവിടത്തില്ല, അവൻ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ കണ്ണ് ഭൂമിയിൽ നോക്കുക, തന്നോട് ഏകാഗ്ര ചിത്തനായി തന്നോട് വിളിച്ചപേക്ഷിക്കുന്നവരാരെന്ന് കാണാൻ, അവർക്ക് വേണ്ടി തൻ്റെ ബലം പ്രവർത്തിക്കാൻ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ കർത്താവ് നോക്കുമ്പോഴാണ് ഇതാ ബർത്തിമായുടെ നിലവിളി അവൻ്റെ കാതിലെത്തുന്നത്. ബർത്തിമായുടെ നിലവിളി അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ഈ പകൽക്കാലം നമുക്കും അങ്ങനെ സാധിക്കുമോ? കർത്താവിൻ്റെ ശ്രദ്ധ ഒന്ന് പിടിച്ചു പറ്റിയാൽ മാത്രം മതി. കർത്താവിനെ ഒന്ന് വിളിച്ചപേക്ഷിച്ചാൽ മാത്രം മതി. അവൻ നിശ്ചയമായി നിൻ്റെ നിലവിളിയുടെ മുമ്പാകെ അവൻ നിൽക്കും.
അവൻ നിന്നെ ശ്രദ്ധിക്കും, അവൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഇതുവരെയുള്ള നിൻ്റെ അവസ്ഥയെ മാറ്റി നിന്നെ അനുഗ്രഹപൂർണമായ ജീവിതത്തിലേക്ക് നടത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തര. ഒന്ന് തിരിച്ചറിഞ്ഞാട്ട് കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ സാന്നിധ്യമുണ്ടോ? നിങ്ങൾ വചനം വായിക്കുമ്പോൾ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ കണ്ടെത്താവുന്ന സമയത്ത് വിളിച്ചപേക്ഷിപ്പീൻ. ഹല്ലേലൂയ. അവൻ തൻ്റെ ബലം നിൻ്റെ ജീവിതത്തിൽ കാണിക്കുവാൻ ഹല്ലേലൂയ നീ ഒരു വാതിൽ തുറന്നു കൊടുത്താട്ട്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ പ്രവൃത്തി വേണമെന്ന് പറഞ്ഞ് ഒന്ന് നിലവിളിച്ചാട്ട്, ആ നിലവിളിയുടെ മുമ്പാകെ, ആ കണ്ണുനീരിൻ്റെ മുമ്പാകെ അവൻ കണ്ണടച്ചിരിക്കത്തില്ല, അവൻ ചെവി അടച്ചിരിക്കത്തില്ല, അവൻ നിനക്കു വേണ്ടി ചലിക്കും. വേദപുസ്തകത്തിൽ പറയുന്നു, ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തുകാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ഇന്ന് പകൽക്കാലം നിലവിളിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, കരയുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ നിലവിളി ദൈവത്തിൻ്റെ ശ്രദ്ധയെ പിടിച്ചു പറ്റട്ടെ. ഹാഗാർ മരുഭൂമിയിൽ കരഞ്ഞപ്പോൾ, ബാലൻ കരഞ്ഞപ്പോൾ, ആ നിലവിളിയും കണ്ണീരും കർത്താവിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയതുപോലെ ഇന്ന് പകൽക്കാലം യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി വരും. നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി വരിക മാത്രമല്ല, നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ദൈവം വ്യത്യാസം വരുത്തും. കർത്താവിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു നിലവിളി, കർത്താവിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു പ്രാർത്ഥന, കർത്താവിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ആരാധന നിങ്ങളുടെ വീട്ടിൽ ഉയരട്ടെ, നിങ്ങളുടെ ഓഫീസിൽ ഉയരട്ടെ, നിങ്ങൾ പോകുന്ന വഴികളിൽ ഉയരട്ടെ. അങ്ങനെയെങ്കിൽ നിശ്ചയമായി ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്ത ദൈവം. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.